ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ, നിന്നെ കുറച്ചു നാളായി പള്ളിയിലേക്കൊന്നും കാണുന്നില്ല. അതെ അച്ചോ, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അനാഥാലയത്തിൽ ഏറ്റവും വലിയ ദൈവവിശ്വാസിയായിരുന്നു നീ. എന്താ ഇപ്പൊ കർത്താവിനെ ഓർത്തത്? ആ, കുറച്ച് ദിവസമായി ഞാൻ ജോലിക്ക് പോണില്ല അച്ചോ. അതാ ഒന്നും കൊണ്ടുവരാഞ്ഞത്. ഇതച്ഛൻ സ്വീകരിക്കണം. ജോലി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടാറില്ല. ദൈവത്തിൻ്റെ കണ്ണിൽ തരുന്ന സംഭാവനയേക്കാൾ തരുന്നവൻ്റെ മനസ്ഥിതിയാണ് വലുത്. പക്ഷേ സത്യമറിയാതെയാണ് ഇന്ന് വരെ നീ തന്ന സംഭാവനകൾ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി അത് വേണ്ട. കട്ടും മോട്ടിച്ചും കൊണ്ടുവരുന്ന പണം സ്വീകരിക്കുന്നത് ഒരു പുരോഹിതന് യോജിച്ച പ്രവൃത്തിയല്ല. എന്താ ഒന്നും മിണ്ടാത്തതെന്ന്? 10ാം ക്ലാസ് ജയിച്ചപ്പോൾ അച്ഛൻ തന്നെയാണ് എൻ്റെ കോളേജ് അഡ്മിഷൻ അപേക്ഷ അയച്ചത്. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ മുന്നോക്ക ക്രിസ്ത്യാനിയോ പിന്നോക്ക ക്രിസ്ത്യാനിയോ എന്ന് പ്രിൻസിപ്പൾ തിരക്കി. അന്നാണ് എനിക്ക് അമ്മയും അച്ഛനും ഇല്ലെങ്കിലും ജാതിയും മതം ഉണ്ടെന്ന് മനസ്സിലായത്. എന്നെ ഉപേക്ഷിച്ച എൻ്റെ അമ്മ എൻ്റെ നെറ്റിയിൽ ജാതിയും മതവും എഴുതി വെച്ചിരുന്നില്ല. എന്നെ ക്രിസ്ത്യാനിയാക്കി വളർത്തിയ അനാഥാലയത്തിലെ ഫാദർ ഞാൻ മുന്നോക്കമോ പിന്നോക്കമോ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല സാർ എന്ന് പ്രിൻസിപ്പാളിനോട് പറഞ്ഞപ്പോൾ ധിക്കാരമായി അദ്ദേഹം കരുതി. എൻ്റെ പഠിത്തം അവിടെ അവസാനിച്ചു ഫാദർ. പഠിത്തം നിർത്തി ഇറങ്ങിപ്പോയ നീ പിന്നീട് ചെയ്ത തൊഴിൽ, പ്രവൃത്തി ഇതൊന്നും ഈ ആദർശങ്ങളുമായി യോജിക്കുന്നില്ലല്ലോ സോളമൻ. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളതാണ്. പിന്നെയും അനാഥാലയത്തിൽ വെച്ച് നിനക്ക് അച്ഛനും അമ്മയും ഗുരുനാഥനും എല്ലാം ഞാനായിരുന്നു. അങ്ങനെയുള്ള നീ എന്നെ വേദനിപ്പിക്കരുത്. ഇല്ലച്ചോ, ഇനി ഞാൻ അച്ഛനെ വേദനിപ്പിക്കില്ല. ഇതുവരെയുള്ള പാപത്തിന് നീ മനസ്സറിഞ്ഞു കുമ്പസരിക്കണം. പാപമോചിതനായി ഇവിടെ വളർന്ന ആ പഴയ സോളമനാകണം. ഒരു പൈസയായാലും അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ മഹാത്മ്യം നീ മനസ്സിലാക്കണം. കുട്ടിക്കാലത്ത് മാതാവായിരുന്നു എൻ്റെ അമ്മ. ഇനി ഞാൻ മോഷ്ടിക്കില്ല അച്ചോ. മാതാവിനെ തൊട്ട് സത്യം. അറിയാം, എനിക്കെല്ലാം അറിയാം. നീ നല്ലവനായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ പെൺകുട്ടിയാണ്. എനിക്കൊരു ജോലിയില്ല. ചെറിയൊരു കച്ചവടം തുടങ്ങാൻ മുടക്കുമുതലില്ല. നിനക്ക് ബുദ്ധിയുണ്ട്, ആരോഗ്യമുണ്ട്. അതാകട്ടെ നിന്റെ മുടക്കുമുതൽ. അച്ചോ, അച്ഛൻ അനുഗ്രഹിക്കണം.